പറഞ്ഞോളൂ സമൂഹം പറഞ്ഞോളൂ. ശോഭ നിങ്ങൾ തമ്മിലുള്ള മറ്റേ വഴക്കം ഗെയിമും അല്ല ചോദിച്ചോണ്ട് ചോദ്യ വിഷയം എന്ന് പറയുന്നത് അഖിൽമാരാര് ഈ ബിഗ് ബോസിൽ പിന്നെ പങ്കെടുത്ത സ്ത്രീകളെ ഒന്നടങ്കം ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അത് ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ അതാ പറയാം, സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ പോലും തെറ്റ് തന്നെയാണ്. എനിക്കിപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും പേരെ പറയുമ്പോൾ നമ്മൾക്ക് ആരാണ് എന്താണെന്ന് എടുത്ത് പറയാൻ ഇത്രയും ധൈര്യമായിട്ട് വന്ന് നിന്ന് സംസാരിച്ച വ്യക്തിക്ക് എന്തുകൊണ്ട് ആ ധൈര്യത്തോടു കൂടി അവരുടെ പേര് പറഞ്ഞുകൂടാ? ആ പറഞ്ഞെങ്കിൽ എത്രയും മോശപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളും അറിയണം. ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയാത്തൊരു കാര്യം ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതല്ല. അത് ആരൊക്കെ അല്ലെങ്കിൽ അതിനകത്ത് മത്സരാർത്ഥികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് വിളിച്ച് പറയണം. നമുക്കും അറിയാൻ ഇതുണ്ട്, നമ്മൾ കൂടെ നിൽക്കും. ഞാൻ ഇത് തന്നെ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെ ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, വി വിൽ സ്റ്റാൻഡ് വിത്ത് യു. ഞാനായിരിക്കും കൂടെ പോയി DGPന്റെ അടുത്ത് വേണമെങ്കിൽ ഒരു പെറ്റീഷൻ കൊടുത്ത് ഫയൽ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതാണ് ചോദിക്കാൻ വന്നത്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്ന ഒരു ചോദ്യമാണ്, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞൂടെ? താങ്കളുടെ കയ്യിൽ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, മറ്റ് മെസ്സേജുകളുണ്ട്, CCTV ഫുട്ടേജ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ പുറത്തുവിടാൻ തയ്യാറാകണം. ശോഭ വെല്ലുവിളിക്കുന്നുണ്ട്. അല്ല, അതിന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, എന്തിനാണ് അവർ രണ്ടുപേരുടെയും പേര് ആർക്കും അറിയില്ല? അറിയട്ടെ, സമൂഹം അറിയട്ടെ. അങ്ങനെ വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് അറിയട്ടെ, അറിയപ്പെടണം. മനസ്സിലായില്ലേ? അത് അറിയപ്പെടണം, ആക്ഷൻ എടുക്കപ്പെടണം. അതായത് ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഒരു 5 സീസൺ ഇപ്പൊ 6 സീസൺ ഓടിക്കൊണ്ടിരിക്കുന്ന, അതിനകത്ത് നടക്കുന്നവർക്ക് പോലും, സ്ത്രീകൾക്ക് പോലും അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. അവർക്ക് അഗെയിൻസ്റ്റ് വരുന്ന സൈബർ ബുള്ളിങ് ഞാൻ അനുഭവിച്ചതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിൽ നിന്നും വിട്ട് ഞാൻ ഫ്ലൈയിങ് കളേഴ്സോടെ പുറത്ത് വന്നൊരു മത്സരാർത്ഥിയാണ്. ഇപ്പം ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും പോയിന്റ് ആണ് ചെയ്യുന്നത്. മുഴുവൻ കെട്ടുപോയൊരു അവസ്ഥ, എല്ലാരും കെട്ടുപോയി. ഇത്രയും നമ്മൾ പ്രൗഡായിട്ട് ഉണ്ടാക്കി എടുത്ത ഒരു പേര് ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചത്, അതും ഒരു വെറും അക്യൂസേഷൻ കാരണം. അത് അക്യൂസേഷൻ ആണെങ്കിൽ വരട്ടെ, വരുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കണം. ഔട്ട് ലൗഡ് വി ഷുഡ് സേ, ബട്ട് വിത്ത് എവിഡൻസ്, പ്രോപ്പർ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കട്ടെ. വ്യക്തികളുടെ പേര് പുറത്ത് കൊണ്ടുവരട്ടെ, ആരൊക്കെയാണ് അതിന്റെ ഭാഗമായെന്ന് പറയട്ടെ. അത് കൊണ്ടുവരട്ടെ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരട്ടെ. അഖിൽമാരാർ ആരെയാണ് പേടിക്കുന്നത്, ഭയക്കുന്നത്? ഏത് കോർപ്പറേറ്റിനെ എനിക്ക് ഭയമില്ല, അത് സുപ്രീം കോർട്ട് അല്ലല്ലോ എന്ന് ചോദിച്ച വ്യക്തി എന്തായാലും കൊണ്ടുവരും. ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് അതിന് ഒരു എക്സ് കണ്ടസ്റ്റന്റ്, ഈ പറഞ്ഞ പോലെ പേളി മാണി മുതൽ ഭാഗ്യലക്ഷ്മി ചേച്ചി മുതൽ ഒരുപാട് രഞ്ജിനി ഹരിദാസ് മുതൽ എല്ലാവരുടെയും ഇതില് തോക്ക് ചൂണ്ടുന്ന ഒരു ഇത് തന്നെയാണ്. അല്ലാതെ പുറത്ത് വന്നാൽ, ഞാൻ പറയട്ടെ, അതിനകത്ത് പറഞ്ഞത് പുറത്ത് പേടിക്കാനില്ലെങ്കിൽ നിങ്ങൾ എന്തിനു സംസാരിക്കണം, റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്തില്ലെങ്കിൽ നിശബ്ദത ആയിട്ട് ഞാൻ 2 ദിവസം ഇരുന്നു. അപ്പൊ എല്ലാവരും പറയുന്നു നീയാണോ? ശബ്ദിച്ചു കഴിഞ്ഞാൽ പറയും അപ്പൊ നീ റിയാക്ട് ചെയ്യുന്നത് നീ അതിനകത്ത് പാർട്ടായതുകൊണ്ടാണ്. എവിടെ എന്ത് നിൽക്കണം? പക്ഷെ ഞാൻ ശക്തമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. അങ്ങനത്തെ വ്യക്തികളുണ്ടെങ്കിൽ അത് പുറത്ത് വരണം. ശോഭ, അതായത് ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ടു പോയ സ്ത്രീകൾക്ക് ഒരു പക്ഷെ അവരുടെ പേര്, സ്വകാര്യ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എത്രയോ ഫിസിക്കൽ അസോൾട്ട് ആയിട്ടുള്ളത്, എത്ര മെന്റൽ ഹറാസ്മെന്റ് ആയിട്ടുള്ളതായാലും അതുപോലത്തെ ഒരുപാട് ഇഷ്യൂസ് സ്ത്രീകളെ സംബന്ധിച്ച്, വർക്ക് പ്ലേസ് ഹറാസ്മെന്റ്, ഇതിനൊക്കെ വിക്ടിംസിനെ കാണിക്കാറില്ല, ചിലപ്പോൾ പേര് പോലും പറയാറില്ല. എന്നാൽ പോലും വി കുഡ് ഫയൽ എ കേസ്. ഐ എം റെഡി ടു. അങ്ങനത്തെ ഉള്ളവർ, ഞാൻ പറയട്ടെ, അങ്ങനത്തെ ഉള്ളവർ എന്തുകൊണ്ട് നമ്മൾ ആരെയും സമീപിച്ചില്ല? അങ്ങനത്തെ വനിതകളുണ്ടെങ്കിൽ വരട്ടെ. ഐ ട്രൈ ടു കോണ്ടാക്ട്. ഈ പറഞ്ഞ ആരോ 2 പേരുടെ എന്തോ ഇത് വന്ന് അവരും പറയാൻ റെഡിയല്ല. പറയാൻ റെഡിയല്ലാത്തോളം കാലം നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിക്ടിംസ് പറയണ്ട, കൾപ്രിറ്റ്സിന്റെ പേര് പറയട്ടെ. അതെ, പേര് പറയുന്നതിൽ എന്താണ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്